വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ആരാണിപ്പത് വന്നത്? നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ അങ്ങോട്ട് കൂടി. മനുഷ്യന്മാരൊരു സ്വഭാവം നോക്ക്. ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ ഇളിച്ചിങ്ങോട്ട് കാട്ടിയിട്ട് ആ വേടിച്ചോർത്ത ചോറ് നിന്ന് അങ്ങോട്ട് പോയി എന്നുള്ളതാ. പിണറായി വിജയൻ ആ വേദിയിലേക്ക് എത്തുമ്പോൾ വലിയ കൂക്കി വിളിയായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും കേട്ട മട്ടും ഭാവവും കാണിക്കാതെ ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, ഞങ്ങൾ സദസ്സിലേക്കൊന്നും നോക്കാനേ തയ്യാറായില്ല. കാരണം ഒരറ്റത്തൂടെ കൂക്കി വിളി തുടങ്ങി അതങ്ങ് പടരുകയായിരുന്നു. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി. രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനു. ചരിത്ര മുഹൂർത്തം അത് രേവന്ത് റെഡ്ഡിയും പിണറായിയും ആ വേദിയിൽ ഒരേ വേദിയിൽ ഒരൊറ്റ ഫ്രെയിമിൽ വന്നതാണ്. രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനു. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇതാണ് കാലം കാത്തുവെച്ച ചില ചരിത്ര നിമിഷങ്ങൾ. 3.0 കിട്ടും എന്നുള്ള അഹങ്കാരത്തിലായിരുന്നു ഈ വലിയ ഡയലോഗൊക്കെ എടുത്തു വെച്ചങ്ങ് കീച്ചിയത്. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. അല്ലെങ്കിലും നീയൊന്നും എന്നെ അർഹിക്കുന്നില്ലടാ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.